ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് തിരക്കുകൾ മറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിപ്പോയത് കൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിപ്പോയത്. ഓക്കെ, അപ്പം എന്തെന്നായാലും നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട 20 ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ ഇനി മറ്റ് ഏത് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് ഇത്രത്തോളം ഇൻഡെപ്ത് ആയിട്ട് ഈ ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ മതി ചാർട്ട് പാറ്റേൺസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് നന്നായിട്ടുള്ളൊരു ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയിരിക്കും. ചിലപ്പം ഒരു ഹവർ വരെ നീണ്ടുപോയേക്കാം. ഓക്കെ, ഒരു മണിക്കൂറോളം ഈ വീഡിയോ നീണ്ടുപോകാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടൈം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേണമെങ്കിൽ ഒരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ജ്യൂസോ എന്തെങ്കിലും വേണമെങ്കിൽ സൈഡിലെടുത്ത് വെച്ചേക്കുക. ഓക്കെ, അതുപോലെ തന്നെ ആദ്യമേ പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബുക്ക് കയ്യിൽ കരുതുക, അതുപോലെ തന്നെ ഒരു പേനയും. ഓക്കെ, നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലേ? അതായത് ഒരു സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡൈസിൻ്റെ ചാർട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഓക്കെ, അവിടെ നമ്മൾ സ്മോൾ ക്യാൻഡിൽസും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു റെക്ടാങ്കിൾ ബോക്സിൽ ഇട്ടിട്ടുള്ള ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇതൊക്കെ എന്താണ്? ഇതൊക്കെയാണ് ക്യാൻഡിൽ ബിഹേവിയർ ആണ് ഇതൊക്കെ. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ബിഹേവിയർ നിങ്ങൾക്ക് കൃത്യമായിട്ടും ലൈവ് മാർക്കറ്റിൽ പ്രീവിയസ്ലി അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നല്ല എന്താ പറയുക ഹൈ ട്രേഡ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. ബുള്ളിഷ് എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ബിഗ് ക്യാൻഡിൽ വിത്ത് ഹ്യൂജ് കൺവിക്ഷൻ ആണ്. അതായത് ഒരുപാട് ട്രേഡേഴ്സിൻ്റെ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, അതും അല്ലെങ്കിൽ ഒരുപാട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ, അവരുടെയൊക്കെ ഒരു അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ അവരുടെയൊക്കെ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു കൺവിക്ഷൻ, ഒരു അവബോധമാണ് മാർക്കറ്റ് ശക്തമായിട്ട് ഇനി മുതൽ മുകളിൽ പോകും എന്നുള്ള ഒരു തോന്നിപ്പിക്കലാണ് ഈ ചാർട്ട് പാറ്റേൺസ് അല്ലെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ബിഹേവിയർ ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോസ്. നമ്മൾ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള, ബിസിനസ്, പേഴ്സണൽ ഫിനാൻസ്, അതുപോലെ തന്നെ മണി മേറ്റഡ് ആയിട്ടുള്ള എല്ലാ കണ്ടൻസും നമ്മളുടെ യൂട്യൂബ് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹു ഈസ് ദിസ് ഫോർ? ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ആരൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് അല്ലേ? ആരൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളൊരു തുടക്കക്കാരനാണ് എങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ചാർട്ട് പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗിനേഴ്സ് വാണ്ടിങ് ടു അണ്ടർസ്റ്റാൻഡ് ചാർട്ട് അനാലിസിസ്. നിങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ഒരു നൊവൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു ട്രേഡർ ആണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ആണ് എങ്കിൽ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ഇത്രത്തോളം ഇൻട്രിക്കസീസ് ആയിട്ടുള്ള ചാർട്ട് പാറ്റേൺസ് ഒന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് നിങ്ങളൊരു ട്രേഡർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് അറിഞ്ഞിരിക്കുക. നിങ്ങൾക്ക് മാർക്കറ്റിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്ത് എന്താണ്? ട്രേഡേഴ്സ് എയിമിംഗ് ടു ഇംപ്രൂവ് ടെക്നിക്കൽ സ്കിൽസ്. നിങ്ങൾക്ക് സാങ്കേതികപരമായിട്ടുള്ള നോളജ് ഇൻക്രീസ് ആക്കണമെങ്കിൽ, അതായത് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, നന്നായിട്ടുള്ളൊരു ടെക്നിക്കൽ അനാലിസിസ് അറിയുന്ന ആൾ, അതുപോലെ തന്നെ നല്ല ഫണ്ടമെൻ്റൽ അനാലിസിസ് ഒക്കെ അറിയുന്ന ആളാണ് നല്ലൊരു ഇൻവെസ്റ്ററും ട്രേഡറും ഒക്കെ അല്ലേ? അപ്പം നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ സ്കില്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പം അത് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് നമ്മളുടെ ഈ വീഡിയോൻ്റെ ലക്ഷ്യം. ഇൻവെസ്റ്റേഴ്സ് സീക്കിംഗ് ടു റിഫൈൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റേഴ്സിന് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു ട്രേഡിംഗ് നോളജ് വേണ്ട. എന്നാൽ ഒരു ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു നോളജ് കൂടി ഉണ്ടെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടി ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. സോ അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ വളരെ ശക്തമായിട്ടുള്ള കമ്പനിയാണ് റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, അല്ലെങ്കിൽ ഇൻഫോസിസ്, TCS, വിപ്രോ പോലെയുള്ള വളരെ വലിയ MNCs അല്ലേ? അപ്പം ഇതിൻ്റെ ഫണ്ടമെൻ്റൽ വളരെ സ്ട്രോങ് ആയിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ നോളജ് കൂടി ഉണ്ടെങ്കിൽ, ഇപ്പം ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ എന്താ പറയുക മൂവിങ് ആവറേജ് 200 EMAയിൽ വരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു സപ്പോർട്ട് സോണിൽ വരുന്നു എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്ലസ് നിങ്ങൾക്ക് അതിൻ്റെ ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക ഡിലിജൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോബബിലിറ്റി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? വളരെ പ്രധാനപ്പെട്ട 20 എസെൻഷ്യൽ ചാർട്ട് പാറ്റേൺസ്. ഒരു ട്രേഡർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 20 ചാർട്ട് പാറ്റേൺസ്. ഹൗ ടു ഐഡൻറ്റിഫൈ പാറ്റേൺസ് എഫക്റ്റീവ്ലി. ഒരു പാറ്റേൺ, അതായത് നിങ്ങൾ ഒരു ലൈവ് മാർക്കറ്റിൽ, അതിപ്പോൾ നിങ്ങൾ ബിറ്റ്കോയിൻ്റെ പോയാലും അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി,
പല ക്രിപ്റ്റോ കറൻസിയിൽ പോയാലും അല്ലെങ്കിൽ എന്താ പറയുക കമ്മോഡിറ്റി ട്രേഡിംഗ് എടുത്താലും ഗോൾഡ് എടുത്താലും സിൽവർ എടുത്താലും അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡിംഗ് എടുത്താലും ഓക്കെ നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റ്സിൽ നിഫ്റ്റി 50 ഒക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ദീസ് പാറ്റേൺസ്. അതായത് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കേവലം എന്താ പറയുക ഈ 20 ചാർട്ട് പാറ്റേൺസ് ഇതിൻ്റെ പേര് ഇതാണ് അല്ലെങ്കിൽ ഇതിങ്ങനെ ബിഹേവ് ചെയ്യും എന്ന് കേവലം പറഞ്ഞു തരാതെ നമ്മൾ എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരും. അതായത് ആ ചാർട്ട് പാറ്റേൺസിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരും. അത് എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു അതിൻ്റെ ഒരു അനാലജി നമ്മൾ തീർച്ചയായിട്ടും വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, വൈ ഷുഡ് യു ലേൺ ചാർട്ട് പാറ്റേൺസ്? പ്രെഡിക്റ്റ് മാർക്കറ്റ് ട്രെൻഡ്സ്. അതായത് മാർക്കറ്റ് ഇനി അടുത്തത് അതായത് അതിൻ്റെ പ്രീവിയസ്ലി ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനുസരിച്ച് കൊണ്ട് ഇനി അടുത്തത് എങ്ങോട്ടേക്ക് പോകും എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഹെൽപ്പ് ഫോർസീ പ്രൈസ് മൂവ്മെൻറ്റ്സ്. അതായത് ഭാവിയിൽ അല്ലെങ്കിൽ ഇനി കുറച്ച് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മാർക്കറ്റ് മുമ്പോട്ട് എങ്ങനെയൊക്കെ നീങ്ങാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് പ്രീവിയസ്ലി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ട് പാറ്റേണിന് പറ്റും എന്നാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് സൈക്കോളജി. ഒരുപാട് ട്രേഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിൻ്റെ കളക്റ്റീവായിട്ടുള്ളൊരു ബിഹേവിയറാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നത് അല്ലേ. അതായത് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് വളരെ ശക്തമായിട്ട് സംസാരിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ കണ്ടു നോക്കുക. നമ്മൾ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ എന്താണ് ബൂസ്റ്റ് ട്രേഡിംഗ് സക്സസ്, മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ വിത്ത് ഹയർ ആക്യുറസി. ഓക്കെ, ഇനി നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് ശക്തമായിട്ട് കടന്നിട്ടുണ്ട്. കാറ്റഗറീസ് ഓഫ് ചാർട്ട് പാറ്റേൺസ്. അതായത് ഒരു ചാർട്ട് പാറ്റേൺസിന് പല കാറ്റഗറീസും ഉണ്ട് അല്ലേ. അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് പാറ്റേൺ അല്ലെങ്കിൽ കണ്ടിന്യൂവേഷൻ പാറ്റേൺ. ഓക്കെ, കണ്ടിന്യൂവേഷൻ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ ബൈലാറ്ററൽ പാറ്റേൺ ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ നമുക്ക് നോക്കാം. അതായത് ഇൻഡിക്കേറ്റ് ദ ട്രെൻഡ് ഈസ് ലൈക്ലി ടു കണ്ടിന്യൂ. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഇൻഡെക്സോ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക അപ്പോൾ അത് ഇനീഷ്യലി അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ നോക്കുക. ഓക്കെ, അങ്ങനെ അപ് ട്രെൻഡ് ആണ് എങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ പ്രോബബിലിറ്റി ഉണ്ട് എന്ന് കണ്ടിന്യൂവേഷൻ പാറ്റേൺ കാണിച്ചു തരും. അതുപോലെ തന്നെ ഇപ്പം മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആണ് എങ്കിൽ ആ ഡൗൺ ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്, ഇനിയും അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത് ഒരു ഈ ട്രെൻഡ് അതായത് കണ്ടിന്യൂവേഷൻ പാറ്റേൺ കാണിച്ചു തരും എന്നാണ് പറയുന്നത്. ജസ്റ്റ് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ചാർട്ട് പാറ്റേൺ ഉണ്ട്, അതുപോലെ തന്നെ പെനൻസ് ഉണ്ട്, സിമെട്രിക്കൽ ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ ഫ്ലാഗ് എന്താണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫ്ലാഗിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട് അല്ലേ ഫ്ലാഗ് ചാർട്ട് പാറ്റേൺസ്. അതായത് നിങ്ങൾക്ക് ഒരു കൊടിമരം പോലെ, അതായത് നിങ്ങളിപ്പോൾ ഒരു ഇന്ത്യയുടെ കൊടി എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതായത് നിങ്ങൾ കൊടിയുടെ പിടിഭാഗം ഇതും അതുപോലെ തന്നെ ആ ഫ്ലാഗ് എന്താ പറയുക ആ പറക്കുന്ന ഫ്ലാഗിൻ്റെ ഭാഗം ഇതുമായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അത് നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു അപ് ട്രെൻഡ് പാറ്റേൺ അല്ലേ, കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് ഡൗൺ സൈഡിൽ നിന്ന് നല്ലൊരു മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്യുന്നു, വീണ്ടും കുറച്ച് താഴോട്ടേക്ക് വരുന്നു, ആ ഫ്ലാഗ് പാറ്റേണിൻ്റെ ആ ഒരു ചാനലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുന്നു അല്ലേ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ കണ്ടിന്യൂവേഷൻ അപ് ട്രെൻഡ് ഇവിടെ നിന്നും കണ്ടിന്യൂ ആയി എന്നാണ് പറയുന്നത്. നമ്മളിവിടെ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂസ്. ഓക്കെ, ഇതാണ് ഫ്ലാഗ് പോൾ. ഓക്കെ, അതുപോലെ തന്നെ ഫ്ലാഗിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയും കാണാൻ പറ്റും, ഇതും ഒരു ഫ്ലാഗിനും പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അടുത്ത എന്താണ് റിവേഴ്സൽ പാറ്റേൺ. എന്താണ് റിവേഴ്സൽ പാറ്റേൺ? സജസ്റ്റ് ആൻ ഇംപെൻഡിങ് ചേഞ്ച് ഇൻ ട്രെൻഡ് ഡയറക്ഷൻ. അതായത് ഇനി നടക്കാൻ പോകുന്നത് ഒരു ട്രെൻഡ് റിവേഴ്സലാണ് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് റിവേഴ്സൽ പാറ്റേൺ കാണിച്ചു തരുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ട് അല്ലേ, ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ പോകുന്നു, ഇവിടെ ഒരു ഫ്ലാഗ് പാറ്റേൺ ഫോം ചെയ്യുന്നു, വീണ്ടും മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാൽ മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടേക്കാണോ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ? നിങ്ങൾക്ക് റിവേഴ്സൽ പാറ്റേൺ കൃത്യമായിട്ടും അറിയാമെങ്കിൽ. അതിൽ ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്കറ്റിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിവേഴ്സൽ പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നതും ഡബിൾ ടോപ്പ് എന്ന് പറയുന്നതും ഡബിൾ ബോട്ടം എന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ഹെഡ് ആൻഡ് ഷോൾഡർ. ഇതാ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഇതാണ്
ഈ ചാർട്ട് പാറ്റേണിലെ ഹെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ റിയൽ ലൈഫായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റൊരു സ്ക്രീൻ എടുക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക. ഏതെങ്കിലും ഒരു ഇൻഡെക്സിൻ്റെയോ ഏതെങ്കിലും ഒരു കമ്പനിയുടെ സ്റ്റോക്ക് എടുത്ത് വെച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ ചാർട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. ഇതേപോലെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഒക്കെ ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, അല്ലേ? അതായത് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ഈ പോർഷനാണ്. ഓക്കെ, ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു തല ഇവിടെയും ഒരു മനുഷ്യൻ്റെ ഒരു ഷോൾഡർ, റൈറ്റ് ഷോൾഡർ ഇവിടെയും ലെഫ്റ്റ് ഷോൾഡർ ഇവിടെയും എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ മതിയെന്ന്. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു, ഇവിടെ ഒരു ഹെഡ് ഫോം ചെയ്യുന്നു, ഇവിടെ ഒരു ഷോൾഡർ ഫോം ചെയ്യുന്നു, മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ടേക്ക് പോകുന്നു, അല്ലേ? അതായത് അപ് ട്രെൻഡിൻ്റെ എൻഡിങ് ഇവിടെ സംഭവിച്ചു, മാർക്കറ്റ് റിവേഴ്സ് ആവാൻ പോകുന്നുള്ളൊരു സിഗ്നൽ ഇവിടെ ഹെഡ് ആൻഡ് ഷോൾഡർ തന്നു. ഓക്കെ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അടുത്തെന്താണ്? ബൈലാറ്ററൽ പാറ്റേൺ. ഈ ബൈലാറ്ററൽ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് മാർക്കറ്റ് ഇനി മുകളിലേക്കാണോ പോവുക അല്ലെങ്കിൽ മാർക്കറ്റിന് താഴോട്ടേക്കാണോ പോവുക എന്നൊരു നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ മാർക്കറ്റ് ഏതെങ്കിലും ഒരു വശത്തേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ഹൈ ആയിട്ടുണ്ട് എന്ന് ബൈലാറ്ററൽ പാറ്റേൺ പറഞ്ഞിരുന്നു. ക്യാൻ സിഗ്നൽ ഐദർ കണ്ടിന്യൂഷൻ ഓർ റിവേഴ്സൽ ബേസ്ഡ് ഓൺ ബ്രേക്ക് ഔട്ട് ഡയറക്ഷൻ. അത് ഏത് ഭാഗത്താണ് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും കൃത്യമായിട്ട് നമുക്ക് അത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, എക്സാമ്പിൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ ഉണ്ട്, ബ്രോഡനിങ് ഫോർമേഷൻ ഉണ്ട്, അതുപോലെ തന്നെ റെക്ടാങ്കിൾസും ഉണ്ട്. ഇപ്പം സിമെട്രിക്കൽ ട്രയാങ്കിൾ നിങ്ങളൊന്ന് നോക്കുക. ഇതാണ് സിമെട്രിക്കൽ ട്രയാങ്കിൾ. ഓക്കെ, ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ടും ശ്രദ്ധിച്ചും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെച്ച് നിങ്ങൾ റിയൽ ലൈഫിൽ ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് എന്താണ്? ഹെഡ് ആൻഡ് ഷോൾഡർ തന്നെയാണ്. കാരണം എന്താണ്? മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്നത്. ടൈപ്പ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഈ ഹെഡ് ആൻഡ് ഷോൾഡർ ഒരു കണ്ടിന്യൂവേഷൻ, അതായത് മാർക്കറ്റിൻ്റെ ഒരു അപ് ട്രെൻഡ് അപ്പ് പോർഷനിലാണ് ഈ ഹെഡ് ആൻഡ് ഷോൾഡർ വന്നത് എങ്കിൽ അവിടുന്ന് മാർക്കറ്റ് പിന്നീട് താഴോട്ടേക്ക് വരാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതൽ എന്ന് പറഞ്ഞുതരും. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഡൗൺ ഫോമിലാണ് ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ റിവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ വരുന്നതെങ്കിൽ മാർക്കറ്റ് അവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ്? ഡിസ്ക്രിപ്ഷൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രെഡിക്ട്സ് എ ബിയറിഷ് റിവേഴ്സൽ ആഫ്റ്റർ എൻ അപ് ട്രെൻഡ്. ഓക്കെ, അപ് ട്രെൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ മാർക്കറ്റ് ബിയറിഷ് സെന്റിമെന്റിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് ഹെഡ് ആൻഡ് ഷോൾഡർ പറഞ്ഞു തരും. ഇനി കീ ഫീച്ചേഴ്സ് എന്താണ്? 3 പീക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പീക്സ് ഉണ്ടാവും. അതിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് ഹെഡ് ആയിട്ട് എടുക്കാം. അതിൻ്റെ ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് ഷോൾഡർ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഷോൾഡർ ആയിട്ടും എടുക്കാം. ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഹെഡ് ഹയസ്റ്റ് പീക്കാണ്, റൈറ്റ് ഷോൾഡർ ഉണ്ട്, അല്ലേ? എ ഹൊറിസോണ്ടൽ നെക്ക് ലൈൻ ഉണ്ട്. ആ നെക്ക് ലൈനാണ് അവിടുത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത്. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് പോകുന്നുണ്ട് എങ്കിലാണ് നിങ്ങൾ താഴോട്ടേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, ബ്രേക്സ് ബിലോ ദ നെക്ക് ലൈൻ കൺഫേംസ് ദ പാറ്റേൺ. നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ ഒരു ചാർട്ട് തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഹെഡ് പോർഷനും ഇത് ലെഫ്റ്റ് ഷോൾഡർ, ഇത് റൈറ്റ് ഷോൾഡർ. ഓക്കെ, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഈ പോർഷനാണ് മാർക്കറ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം ഈ നെക്ക് ലൈന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോകുന്നത് നല്ലൊരു എന്താ പറയുക, നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ആണ്. താഴോട്ടേക്ക് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലായിട്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തുകൊണ്ട് ഒരു അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ച് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ് പറയുന്നത്. ഓക്കെ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് തന്നെയാണ്, അല്ലേ? അതായത് ഡൗൺ ട്രെൻഡിലാണ് ഈ ഇൻവേഴ്സ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ബുള്ളിഷ് റിവേഴ്സലാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കേട്ടോ, ഇവിടെ നമ്മൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രെഡിക്ട്സ് എ ബുള്ളിഷ് റിവേഴ്സൽ ആഫ്റ്റർ എ ഡൗൺ ട്രെൻഡ് സിമിലർ ടു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ബട്ട് ഇൻവേർട്ടഡ്. ഓക്കെ, നെക്ക് ലൈൻ ആക്ട്സ് ആസ് എ റെസിസ്റ്റൻസ് ലൈൻ, അതായത് റെസിസ്റ്റൻസ് ലെവൽ. നേരത്തെ നമ്മൾ നെക്ക് ലൈൻ എന്ന് പറയുന്നത് സപ്പോർട്ട് ലെവൽ ആണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് ലെവലാണ്. ആ റെസിസ്റ്റൻസ് നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഹൈ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെയും നമ്മുടെ ഒരു ചാർട്ട് പാറ്റേൺ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ. അതായത് നിങ്ങൾക്ക് നോക്കാം, ഇത് ഹെഡാണ്. ഇൻവേർട്ടഡ് ഷേപ്പിൽ നിങ്ങൾ ഇവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഹെഡാണ്, ഇത് ഷോൾഡർ ആണ്, അതുപോലെ തന്നെ ഇതും ഷോൾഡർ ആണ്. ഓക്കെ, അപ്പം ഇതാണ് നെക്ക് ലൈൻ നമ്മളിവിടെ ഈ വരച്ച് വെച്ച്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? അപ്പം അത്രത്തോളമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഓക്കെ, ഇനി മൂന്നാമത്തത് ഡബിൾ ടോപ്പാണ്. ഓക്കെ, ഇതും ഒരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് ആളുകൾ കരുതുന്നത്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇൻഡിക്കേറ്റ്സ് എ ബിയറിഷ് റിവേഴ്സൽ ആഫ്റ്റർ ഫോമിങ് 2 പീക്സ് അറ്റ് സിമിലർ ലെവൽസ്. കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്?
2 peaks of nearly the same ഹൈറ്റിൻ്റെ 2 peaks ആണ് ഇവിടെ കാണുന്നത്. എ സപ്പോർട്ട് ലെവൽ ബിലോ ദ ട്രഫ് ബിറ്റ്വീൻ ദ പീക്സ് ബ്രേക്ക് ബിലോ ദ സപ്പോർട്ട് കൺഫേംസ് ദ പാറ്റേൺ. നിങ്ങൾക്ക് നമ്മൾ ആ പാറ്റേൺ കാണിച്ചുകൊണ്ട് പറഞ്ഞു തരാം. ജസ്റ്റ് നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. നമ്മളിവിടെ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ച് നോക്കുക. ഡബിൾ ടോപ്പ്, അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു 2 ടോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ടോപ്പ് നിങ്ങൾ ഈ ഒരു സർക്കിളായിട്ടോ മറ്റേ ടോപ്പ് ഈ ഒരു സർക്കിളായിട്ട് നിങ്ങൾ കരുതണം. ഓക്കെ, ഫസ്റ്റ് പീക്ക്, സെക്കൻഡ് പീക്ക്. നെക്ക് ലൈന് ഈ ഒരു പർട്ടിക്കുലർ പോർഷനാണ് നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മാർക്കറ്റ് ഈ ഡബിൾ ടോപ്പിൻ്റെ ഈ നെക്ക് ലൈനിൽ 2 തവണ, അതായത് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, 2ാം തവണ ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ നെക്ക് ലൈന് ബ്രേക്ക് ഡൗൺ ചെയ്തത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു എന്താ പറയുക, ബിയറിഷ് സൈഡിലേക്ക് നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്ത് നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഡബിൾ ടോപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി എന്താണ് ഡബിൾ ബോട്ടം? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പോലെ തന്നെ ഡബിൾ ടോപ്പ്, ഇത് ഡബിൾ ബോട്ടമാണ്. ഓക്കെ, ഇതും ഒരു റിവേഴ്സൽ പാറ്റേൺ ആണ്. സിഗ്നൽസ് എ ബുള്ളിഷ് റിവേഴ്സൽ ആഫ്റ്റർ ഫോമിങ് 2 ട്രഫ്സ് അറ്റ് സിമിലർ ലെവൽ. നേരത്തത് താഴോട്ടേക്കാണ് പോകുന്നതെങ്കിൽ ഇത് മുകളിലേക്ക് പോകാനുള്ള ഒരു ഹൈ കൺവിക്ഷൻ ആണ് തരുന്നത് എന്നാണ് ഡബിൾ ബോട്ടം പറഞ്ഞു തരുന്നത്. ഓക്കെ, എ റെസിസ്റ്റൻസ് ലൈൻ അബവ് ദ പീക്സ്. ഇവിടെയുള്ള ഈ റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ചെയ്യുമ്പം, അതായത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ബോട്ടം ഫോം ചെയ്തു, ഇവിടുന്ന് വീണ്ടും രണ്ടാമതൊരു ബോട്ടം ഫോം ചെയ്തു അല്ലേ. ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ ഇതാണ് ഇവിടുത്തെ നെക്ക് ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം, ഈ റെസിസ്റ്റൻസ് ലെവലിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള പ്രോഫിറ്റ്സ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എക്സ്പെക്റ്റഡ് പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇത്രയും ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം അത്രത്തോളം കൺവിക്ഷനാണ് ചാർട്ട് പാറ്റേൺസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി മൂന്നാമത്തെ എന്താണ്? ട്രിപ്പിൾ ടോപ്പ്. ട്രിപ്പിൾ ടോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ടൈപ്പ് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഇതും റിവേഴ്സൽ പാറ്റേൺ ആണ്. ഓക്കെ, അപ്പം ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സിഗ്നൽസ് എ ബിയറിഷ് റിവേഴ്സൽ ആഫ്റ്റർ ഫോമിങ് 3 പീക്സ് അറ്റ് സിമിലർ ലെവൽ. ഓക്കെ, അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഭാഗത്ത് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് മാർക്കറ്റ് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതൽ എന്നാണ് ഇത് പറഞ്ഞു തരുന്നത്. 3 peaks of roughly the same height, a support level below the troughs, break through the support confirms the pattern. ഇതാ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, നേരത്തെ നമ്മൾ ഡബിൾ ടോപ്പാണ് പറഞ്ഞത്, ഇവിടെ ട്രിപ്പിൾ ടോപ്പാണ് ഫോം ചെയ്തത് അല്ലേ. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ടോപ്പ് കാണാം, രണ്ടാമതൊരു ടോപ്പ് കാണാം, മൂന്നാമതൊരു ടോപ്പ് കാണാം. ഓക്കെ, ഈ ട്രിപ്പിൾ ടോപ്പിനെ ഇവിടുന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇപ്പം എന്ത് സംഭവിച്ചു? നല്ലൊരു താഴോട്ടേക്കുള്ള ഒരു പ്രോബബിലിറ്റി ട്രേഡ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കാണും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രിപ്പിൾ ടോപ്പ് പാറ്റേൺ മനസ്സിലാക്കുന്നതിലൂടെ ചെയ്യാൻ പറ്റുന്നതാണ്. ആറാമത്തെ പാറ്റേൺ ആണ് ട്രിപ്പിൾ ബോട്ടം. ഇതും ഒരു റിവേഴ്സൽ സിമ്പിളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇൻഡിക്കേറ്റ് എ ബുള്ളിഷ് റിവേഴ്സൽ ആഫ്റ്റർ ഫോമിങ് 3 ട്രഫ്സ് അറ്റ് സിമിലർ ലെവൽസ്, എ റെസിസ്റ്റൻസ് ലൈൻ അബവ് ദ പീക്സ്. അതും ഇവിടെ കൃത്യമായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും എങ്ങനെയാണ് ട്രിപ്പിൾ ബോട്ടം വർക്ക് ചെയ്യുന്നതെന്ന് അല്ലേ. ഇവിടെ നോക്കൂ നിങ്ങൾ, ഇവിടെ 3 ബോട്ടമാണ് ഫോം ചെയ്തിട്ടുള്ളത്. നമ്പർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, കൃത്യമായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് ലെവൽ കാണാൻ പറ്റുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നെക്ക് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ റെസിസ്റ്റൻസ് ലൈന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ നല്ലൊരു ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡൗൺ ട്രെൻഡിൻ്റെ റിവേഴ്സലായിട്ട് മാർക്കറ്റ് ഇവിടെ മുതൽ അപ് ട്രെൻഡിലേക്ക് കടന്നു എന്നുള്ള സൂചന നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു ട്രിപ്പിൾ ബോട്ടം ചാർട്ട് പാറ്റേൺ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി ഏഴാമത്തത് കപ്പ് ആൻഡ് ഹാൻഡിലാണ്. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കരുതാം. അതായത് നിങ്ങളുടെ ഒരു ചായ കുടിക്കുന്ന ഒരു ഗ്ലാസ്, അതിനൊരു കപ്പും ഉണ്ടാകും, കപ്പ് പോർഷൻ, അതായത് ചായ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗവും ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പിടിക്കുന്ന ഒരു പിടിയില്ലേ, ആ ഒരു പോർഷനും ഉണ്ടാവും. സെയിം സംഭവം നിങ്ങൾ ചാർട്ട് പാറ്റേൺസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു മാർക്കറ്റിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചാർട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കപ്പ് ആൻഡ് ഹാൻഡിലൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും അതുവഴി നല്ലൊരു പാറ്റേൺ അല്ലെങ്കിൽ നല്ലൊരു ട്രേഡിംഗ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഓക്കെ, ഇതും ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. അതായത് മാർക്കറ്റ് ഇപ്പം ശക്തമായിട്ട് അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞ് ആ ഒരു ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഇൻഡെക്സോ സ്റ്റോക്കോ വീണ്ടും ശക്തമായിട്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. ഇൻഡിക്കേറ്റ്സ് എ ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ വിത്ത് എ യു ഷേപ്ഡ് ബേസ് ആൻഡ് എ കൺസോളിഡേഷൻ ഫേസ്. ഓക്കെ, ഇതൊരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കപ്പ് ആൻഡ് ഹാൻഡിൽ ബിയറിഷ് അല്ല. ഓക്കെ, റൗണ്ടഡ് കപ്പ് ഫോളോഡ് ബൈ എ സ്മോൾ ഹാൻഡിൽ.
അത് നമുക്ക് ഇവിടുത്തെ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഒരു വാട്ടർ ഫില്ല് ചെയ്യുന്നൊരു പോർഷൻ ഈ ഭാഗവും ഹാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗവുമാണ്. ഓക്കെ, റെസിസ്റ്റൻസ് ലൈൻ ഇതാണ്. ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇതിൻ്റെ താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഹൈ ടാർഗറ്റ് അസ്യൂം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എട്ടാമത്തത് അസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഇതും ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, ബുള്ളിഷ് പാറ്റേൺ ക്യാരക്ടറൈസ്ഡ് ബൈ എ റൈസിംഗ് ട്രെൻഡ് ലൈൻ ആൻഡ് എ ഫ്ലാറ്റ് റെസിസ്റ്റൻറ്റ്. കീ ഫീച്ചേഴ്സ് എന്താണ്? ഹയർ ലോസ് ഫോമിങ് എ ട്രെൻഡ് ലൈൻ. അതായത് ഒരു ട്രെൻഡ് ലൈനിൽ ഹയർ ലോസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും, സെയിം ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫ്ലാറ്റ് റെസിസ്റ്റൻസ് ലൈൻ, അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ചിത്രം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫ്ലാറ്റ് റെസിസ്റ്റൻറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ട്രെൻഡിൻ്റെ ഹയർ ഹൈസ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഹയർ ഹൈസ് അല്ല, ഹയർ ലോസ് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റും. ഇവിടെ ആദ്യം ഒരു ലോവർ, ഇവിടെ ഒരു ചെറിയൊരു ലോ ആണ്. പിന്നീട് ആ ഒരു ലോനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഹയർ ലോ ഇവിടെ ഫോം ചെയ്തു, വീണ്ടും ഒരു ഹയർ ലോ ഫോം ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ട് ലാസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പം മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും അസെൻഡിങ് ട്രയാങ്കിളിൽ. സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നല്ലൊരു ഹൈ ടാർഗറ്റിൽ ലാഭം എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ഡിസെൻഡിങ് ട്രയാങ്കിൾ ആണ്. ഇതും കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്, ബട്ട് ബിയറിഷ് പാറ്റേൺ വിത്ത് എ ഫ്ലാറ്റ് സപ്പോർട്ട് ലൈൻ ആൻഡ് എ ഡിസെൻഡിങ് ട്രെൻഡ് ലൈൻ. നിങ്ങളിവിടെ നോക്കുക, അതായത് ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലൈന് മുകളിലാണ് കണ്ടത് എങ്കിൽ ഇവിടെ താഴെയാണ് ആ ഒരു ഫ്ലാറ്റ് ലൈൻ കാണുന്നത്. അതേസമയം നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലോവർ ഹൈസ് ഉണ്ടാക്കിക്കൊണ്ട് ഇത് താഴോട്ടേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ആദ്യം ഏറ്റവും വലിയൊരു ഹൈസ് ആണ്, പിന്നീട് ആ ഒരു ഹൈസിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു ഹൈ ഇവിടെ വന്നു, അതിനേക്കാളും ലോവർ ആയിട്ടുള്ളൊരു ഹൈ ഇവിടെ വന്നു, വീണ്ടും വന്നു. അതിനുശേഷം ഈ ഫ്ലാറ്റ് ലോവർ ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയി ഇവിടെ. അതായത് ഡൗൺ ട്രെൻഡുള്ള ഒരു മാർക്കറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ വീണ്ടും ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡൗൺ ട്രെൻഡിൽ നല്ലൊരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ലാഭം കൊയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി പത്താമത്തത് സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്. ബൈലാറ്ററൽ പാറ്റേൺ ആണ്. അതായത് നമുക്കിതൊരു പർട്ടിക്കുലർ ആയിട്ട് മാർക്കറ്റ് മുകളിലേക്കാണ് അല്ലെങ്കിൽ താഴേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. മാർക്കറ്റിൻ്റെ ബിഹേവിയർ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് ഏത് ഭാഗത്താണ് ബ്രേക്ക് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. ക്യാൻ സിഗ്നൽ ഐദർ കണ്ടിന്യൂവേഷൻ ഓർ റിവേഴ്സൽ ഡിപ്പെൻഡിങ് ഓൺ ബ്രേക്ക് ഔട്ട് ഡിറക്ഷൻ. അതായത് ഏത് ഭാഗത്താണോ എന്താ പറയുക ബ്രേക്ക് ഔട്ട് നടക്കുന്നത് ആ ഒരു ഭാഗം നോക്കിയിട്ട് വേണം ഈ ഒരു ചാർട്ട് പാറ്റേൺ നോക്കി ട്രേഡ് ചെയ്യുന്നയാൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കൺവേർജിങ് ട്രെൻഡ് ലൈൻസ്, വോളിയം ഡിക്രീസസ് ആസ് ദ പാറ്റേൺ ഫോംസ്. നോക്കുക, സിമെട്രിക്കൽ ട്രയാങ്കിൾ ഇങ്ങനെയാണ് ഉണ്ടാകുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ആ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഡൗണിലും അപ്പിലും ഏകദേശം സെയിം ആണ്, സെയിം ചാനലാണ്. അതായത് മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിൽ പോകുന്നു, ഇവിടുന്ന് റെസിസ്റ്റൻസ് അടിക്കുന്നു, വീണ്ടും ഇവിടുന്ന് റെസിസ്റ്റൻസ് അടിച്ച് ഇവിടുന്ന് വീണ്ടും സപ്പോർട്ട് അടിച്ച് ഈ ഒരു ലൈനിൽ റെസിസ്റ്റൻസ് അടിച്ച് ഇവിടെ വരുന്നു. സപ്പോസ് മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് താഴോട്ടേക്ക് നല്ലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയും സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇവിടെ വന്നു, ഇവിടെ റെസിസ്റ്റൻസ് അടിച്ച് മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇത് വീണ്ടും ഇവിടെ വരുന്നു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺ സൈഡിലും, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പ് സൈഡിലും ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് ബൈലാറ്ററൽ ചാർട്ട് പാറ്റേൺസിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് അതിൻ്റെ ബ്രേക്ക് ഔട്ട് നടക്കുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾക്കൊരു ഡയറക്ഷണൽ മൂവിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, എ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേൺ ഈസ് എ ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ബുൾസ് ആൻഡ് ബിയേഴ്സ് അൺടിൽ വൺ പാർട്ടി ലോസസ് ദ സ്ട്രെങ്ത്. അതായത് ഒരു ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു യുദ്ധമാണ് ആ ഒരു ഭാഗത്തൊക്കെ നടക്കുന്നത്. അതിൽ ആരാണ് വിജയിക്കുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ആ ഡയറക്ഷനിൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. 11ാമത്തത് ഫ്ലാഗ് ആണ്. നമ്മുടെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഫ്ലാഗിനെ പറ്റിയിട്ട് ഒരു അവബോധം തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിടിക്കുന്ന ഒരു ഫ്ലാഗിൻ്റെ ഒരു ഹാൻഡിൽ പോർഷനും ഉണ്ടാകും, അതുപോലെ തന്നെ ആ ഫ്ലാഗ് പറക്കുന്ന ഒരു പോർഷനും ഉണ്ടാവും അല്ലേ. അത് തന്നെയാണ് ഈ ഫ്ലാഗ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റ്സ് എ പോസ് ഇൻ ദ ട്രെൻഡ് ബിഫോർ കണ്ടിന്യൂവേഷൻ. അതായത് ഒരു അപ്പ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ ജസ്റ്റ് കുറച്ച് സമയത്തേക്ക് ഒരു ബ്രേക്ക് എടുക്കുക, അതാണ് ഫ്ലാഗ് പാറ്റേൺ ഒരു അനലിസ്റ്റിന് മനസ്സിലാക്കി കൊടുക്കുന്നത്. ആ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നാണ് ഫ്ലാഗ് പാറ്റേൺ പറയുന്നത്. എ ഷോർട്ട് കൺസോളിഡേഷൻ പീരീഡ് ഫോമിങ് എ റെക്റ്റാങ്കിൾ. ഓക്കെ, നിങ്ങൾക്ക് അതിൻ്റെ പിക്ചർ നോക്കാം. ഇവിടെ കാണാൻ പറ്റും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പ് ട്രെൻഡിൽ മാർക്കറ്റ് പോകുന്നു, കൺസോളിഡേഷൻ ഫേസ് ആണ് ഇത്. പിന്നീട് ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ആ ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു ഫ്ലാഗിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് ഇവിടെ
കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് പെനൻറ്റ്. ഇതും ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. സിമിലർ ടു എ ഫ്ലാഗ് ബട്ട് ഷേപ്ഡ് ലൈക്ക് എ സ്മോൾ സിമെട്രിക്കൽ ട്രയാങ്കിൾ. കീ ഫീച്ചേഴ്സ് എ ഷോർട്ട് കൺസോൾട്ടേഷൻ ആഫ്റ്റർ എ ഷാർപ്പ് അപ്പ് മൂവ്, അല്ലെ ഷാർപ്പ് മൂവ്. ഓക്കെ, പെനൻറ്റും നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ബിയറിഷ് പെനൻറ്റും ഉണ്ട്, ബുള്ളിഷ് പെനൻറ്റും ഉണ്ട്. മാർക്കറ്റ് ബിയറിഷ് പെനൻ്റ് ആണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മാർക്കറ്റ് വീണ്ടും ആ ഒരു പെനൻറ്റ് ഫോർമേഷനിൽ ഇവിടെ നടത്തുന്നു. വീണ്ടും പെനൻറ്റ് ഫോർമേഷൻ ഇവിടെ നടത്തിയിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് പോകാനുള്ള പ്രോബിലിറ്റി ആണ് ഉള്ളതെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബുള്ളിഷ് പെനൻ്റ് ആണ് എങ്കിൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പെനൻറ്റ് പാറ്റേൺ പറഞ്ഞിരുന്നു. ഓക്കെ, കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ് പെനൻറ്റ്. ഇനി 13ാമത്തത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, മാർക്കറ്റിൽ ഏറ്റവും അധികം കൂടുതൽ ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് റെക്റ്റാങ്കിൾ പാറ്റേൺ. അതും ബൈലാറ്ററൽ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമെട്രിക്കലിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിളുടെ അപ്പ് ട്രെൻഡും ഉണ്ട്, ട്രയാങ്കിളുടെ അപ്പ് പോർഷനും ഉണ്ട്, അല്ലെങ്കിൽ ഡൗൺ സപ്പോർട്ട് ലൈനും ഉണ്ട്, അതുപോലെ തന്നെ അപ്പ് റെസിസ്റ്റൻസ് ലൈനും ഉണ്ട്. ഇതിൽ ഏത് ഭാഗമാണ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നത് എന്ന് നോക്കിയിട്ടായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത്. റെപ്രസെന്റ് കൺസോൾട്ടേഷൻ വിത്ത് എ ബ്രേക്ക് ഔട്ട് ഇൻഡിക്കേറ്റിംഗ് കണ്ടിന്യൂവേഷൻ ഓർ റിവേഴ്സൽ. ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ അതൊരു കൺസോൾട്ടേഷൻ ഫേസിലാണ്, മാർക്കറ്റ് എവിടെയും മൂവ് ചെയ്യുന്നില്ല, ഒരു ചോപ്പി മാർക്കറ്റ് ആണ് എന്നാണ് പറഞ്ഞു തരുന്നത്. പ്രൈസ് മൂവ് ബിറ്റ്വീൻ പാരലൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻസ്. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും ബുള്ളിഷ് റെക്റ്റാങ്കിളിൽ എങ്ങനെയാണ് മാർക്കറ്റ് പോവുക, അതുപോലെ തന്നെ ബിയറിഷ് റെക്റ്റാങ്കിളിൽ എങ്ങനെയാണ് പോവുക, നിങ്ങൾക്ക് എവിടെയൊക്കെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ കാണിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡിൽ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ നടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രയാങ്കിളിൻ്റെ റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ സെറ്റ് ചെയ്യാം. ടാർഗറ്റ് നിങ്ങൾക്ക് 1:1 1:2 നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെയാണ് ബിയറിഷ് ട്രെൻഡിൻ്റെ കാര്യത്തിലും പറയുന്നത്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാർഗറ്റ് ഡൗൺ സൈഡിലോട്ടേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി റൗണ്ടിങ് ബോട്ടം ആണ്. ഇതും ഒരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, ഇത് സിഗ്നൽ ചെയ്യുന്നത് ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ വിത്ത് എ സ്ട്രോങ് റൗണ്ടഡ് ബേസ്. അതായത് ഒരു മാർക്കറ്റ് നിങ്ങൾ ചിത്രം നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. റൗണ്ടിങ് ബോട്ടം, അതായത് നിങ്ങളിവിടെ നോക്കുക, ഇവിടെ അപ്പോൾ ഒരു പ്രിയോർ ട്രെൻഡ്, അതായത് മുമ്പ് നടന്ന ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഡൗൺ ട്രെൻഡ് ആണ്. മാർക്കറ്റ് ശക്തമായിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ടേക്ക് വരുന്നു. മാർക്കറ്റ് ഇവിടെ നിന്നൊരു റൗണ്ട് ബോട്ടം ഫോം ചെയ്യുന്നു. ഇവിടുന്ന് മാർക്കറ്റ് അതിൻ്റെ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം ട്രെൻഡ് റിവേഴ്സ് ആവുന്നു അല്ലേ. അതായത് ഇവിടെ ഡൗൺ ട്രെൻഡിൽ വന്ന മാർക്കറ്റ് ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെക്ക് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പം സബ്സീക്വൻ്റ് ആയിട്ടുള്ളൊരു മതിയായ ഒരു അപ്പ് മൂവ് ഇവിടുന്ന് തരാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് റൗണ്ടിങ് ടോപ്പാണ്. ഓക്കെ, ഇത് റിവേഴ്സൽ പാറ്റേൺ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് റൗണ്ടിങ് ടോപ്പാണ്. ഓക്കെ, 15ാമത്തത്. ഓക്കെ, ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോക്കുക. റിവേഴ്സൽ പാറ്റേൺ ആണ് ഇത്. സിഗ്നൽസ് എ ബിയറിഷ് റിവേഴ്സൽ വിത്ത് എ റൗണ്ടഡ് പീക്ക്, ഗ്രാജുവൽ റൈസ് ഫോളോഡ് ബൈ എ ഗ്രാജുവൽ ഡിക്ലൈൻ, ബ്രേക്ക് ബിലോ ദ സപ്പോർട്ട് കൺഫേം ദ പാറ്റേൺ. ഇത് സപ്പോർട്ട് എവിടെയാണോ ബ്രേക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ പാറ്റേണിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. റൗണ്ടിങ് ടോപ്പിനെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ആ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന ഒരു മാർക്കറ്റ് ഇവിടെ നിന്നൊരു റൗണ്ടിങ് ടോപ്പ് ഫോം ചെയ്തു. നേരത്തെ റൗണ്ടിങ് ബോട്ടം ആണ് എങ്കിൽ ഇവിടെ റൗണ്ടിങ് ടോപ്പ് ഫോം ചെയ്തു. മാർക്കറ്റ് താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഓക്കെ, ഇതാണ് നെക്ക് ലൈന്. ഈ നെക്ക് ലൈനിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്കറ്റ് ശക്തമായിട്ടും താഴോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി 16ാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് വെഡ്ജാണ്. റൈസിങ് വെഡ്ജും ഉണ്ട്, ഫോളിങ് വെഡ്ജും ഉണ്ട്. അതും ഒരു റിവേഴ്സൽ പാറ്റേണിൻ്റെ ഒരു സൂചനയാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് പിക്ചർ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വെഡ്ജ് നിങ്ങൾക്ക് ഇവിടെ ഫോം ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ആ വെഡ്ജിൽ ഇവിടെ അപ്പ് പോർഷനിൽ മാർക്കറ്റ് ഇവിടുന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നല്ലൊരു ഫാൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നല്ല പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. റൈസിങ് വെഡ്ജ് എന്ന പാറ്റേൺ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് റൈസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ ഒരു വെഡ്ജ് ഫോം ചെയ്യുന്നു, മാർക്കറ്റ് വീഴുന്നു, ഇത്രയേ ഉള്ളൂ. വെഡ്ജ് ഫാളിംഗ് ഉണ്ട്. ഓക്കെ, വെഡ്ജ് ഫാളിംഗ് എങ്ങനെയാണ്? ഫാൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ വെഡ്ജ് ഫോം ചെയ്യുന്നു,
നന്നായിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. അത്രത്തോളം ഇതിൻ്റെ മീനിങ്ങിലോ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. കാരണം വീഡിയോ നന്നായിട്ടുള്ള ലെങ്ത് ഓൾറെഡി ആയിട്ടുണ്ട്. നമുക്കിനി 2 പാറ്റേൺ കൂടി പറയാം, അത് കഴിഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, 18ാമത്തത് ഐസ്ലാൻഡ് റിവേഴ്സലാണ്. ഇത് നിങ്ങൾക്ക് അധികം പരിചയമില്ലാത്ത പാറ്റേൺ ആയിരിക്കും. അതായത് മാർക്കറ്റിൽ കൃത്യമായിട്ട് ഫോം ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ്. പക്ഷേ ഇത് ഗ്യാപ്പ് ഡൗൺ ഗ്യാപ്പ് അപ്പ് ബേസിലൊക്കെയാണ് അധികമായിട്ടും ഫോം ചെയ്തിട്ട് കാണുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലൊന്നും അധികമായിട്ട് ഐസ്ലാൻഡ് ഫോർമേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കൊള്ളണമെന്നില്ല. റിവേഴ്സൽ പാറ്റേൺ ആണിത്. predicts a sharp reversal with a isolated price action. A gap before and after the pattern. Break in the opposite direction confirms the pattern. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നിങ്ങൾ ഈ പാറ്റേൺ അവിടെയും ഇവിടെയായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടാകും. കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാകുക മാർക്കറ്റ് ഒരു എന്താ പറയുക ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ഒക്കെ ആയിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്മോൾ ഗ്യാപ്പ് അപ്പ് സ്മോൾ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആവുന്ന ഒരു ടൈമിൽ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണാൻ പറ്റും. അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില സ്റ്റോക്കുകളിൽ ഹൈലി ആളുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫോർമേഷൻ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഐസ്ലാൻഡ് ഫോർമേഷൻ എന്ന് പറയുമ്പം ഒരു ഡൗൺ ട്രെൻഡിൽ ഇവിടെ ഒരു ഐസ്ബർഗ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് ബ്രേക്ക് ചെയ്ത് ഒരു ഗ്യാപ്പ് വന്നു കണ്ടോ, ഈ ബിയറിഷ് ഫേസ് നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നോക്കാം, ഈ ഒരു ബുള്ളിഷ് ഫേസ് നിന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഇടിഞ്ഞ് ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ഐസ്ലാൻഡ് പോലെ ഒരു ഐസ് കട്ട പോലെ മാറി നിൽക്കാൻ വേണ്ടി തുടങ്ങി. മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടേക്ക് പോകാനുള്ള പോസിബിലിറ്റി ആണ് കൂടുതലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടുത്തത് ബ്രോഡനിങ് ഫോർമേഷൻ ആണ്. ഇതൊരു ബൈലാറ്ററൽ പാറ്റേൺ ആണ്. ഇൻഡിക്കേറ്റ്സ് ഹയർ വോളറ്റിലിറ്റി വിത്ത് വൈഡനിങ് ട്രെൻഡ് ലൈൻസ്. ജസ്റ്റ് ചിത്രം നോക്കുക, മനസ്സിലാക്കുക. അതായത് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റിയിട്ടുണ്ടാവും. മാർക്കറ്റിൽ വലിയൊരു ബ്രോഡനിങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ മാർക്കറ്റ് തട്ടിക്കളിക്കുക. അതുപോലെ തന്നെ ഇവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് അപ് ട്രെൻഡിലാണ് മാർക്കറ്റ്. ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നു. മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത താഴോട്ടേക്കും, അതേപോലെ തന്നെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കും പോകുമെന്നാണ് പറയുന്നത്. ഇത് ഡൗൺ ട്രെൻഡിന്റെ കേസിലും ഇത് അപ് ട്രെൻഡിന്റെ കേസിലും. ഓക്കെ, ഡയമണ്ട് ടോപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയാത്തൊരു പാറ്റേൺ ആയിരിക്കും. ഇത് ഈ ഡയമണ്ട് ടോപ്പ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ അതെന്തൊക്കെയാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സിഗ്നൽസ് എ ബിയറിഷ് റിവേഴ്സൽ വിത്ത് എ ഡയമണ്ട് ഷേപ്ഡ് പ്രൈസ് ആക്ഷൻ, സിമെട്രി ഇൻ ദ പ്രൈസ് പാറ്റേൺ. ഇവിടെ കാണാൻ പറ്റും ഒരു ഡയമണ്ടിൻ്റെ ഒരു ഫോർമേഷനാണ് ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. അതായത് മാർക്കറ്റ് ഇങ്ങനെ വരുന്നു, ഇവിടുന്ന് ഈ ഒരു ഡയമണ്ട് ഏരിയ അല്ലെങ്കിൽ ഡയമണ്ട് കട്ടയിൽ മാർക്കറ്റ് ഇവിടെ ഇങ്ങനെ തട്ടി കളിക്കുന്നു, ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്നു, മാർക്കറ്റ് ശക്തമായിട്ടും താഴോട്ടേക്ക് പോകുന്നു. അതായത് ഒരു അപ് ട്രെൻഡിൻ്റെ കേസിൽ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഒരു ഡയമണ്ട് പാറ്റേൺ അവിടെ വന്നിട്ടുണ്ട് എങ്കിൽ. ഹൗ ടു ഐഡൻറ്റിഫൈ ചാർട്ട് പാറ്റേൺസ്. എങ്ങനെയാണ് ഒരു ചാർട്ട് പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുക? ലുക്ക് ഫോർ സിമെട്രി ഇൻ ഷേപ്സ്, കൺഫേം വിത്ത് വോളിയം ചേഞ്ചസ്. അതായത് വോളിയം കൂടി നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിംസ് ഫോർ ബെറ്റർ ക്ലാരിറ്റി. അതായത് നിങ്ങൾ 5 മിനിറ്റിൻ്റെയും 15 മിനിറ്റിൻ്റെയും 30 മിനിറ്റിൻ്റെയും 1 ഹവറിൻ്റെയും ഒക്കെ ടൈം ഫ്രെയിം എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചാർട്ട് പാറ്റേൺ ഫോം ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. അപ്പം കൂടുതലായിട്ടും ഹയർ ടൈം ഫ്രെയിം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഡ്യൂ ഡിലിജൻ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ഡിസിഷൻ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. കോമൺ മിസ്റ്റേക്സ്, ചില മിസ്റ്റേക്കുകൾ നിങ്ങൾ പാടെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നതിന് മുമ്പ് ഒരു അസംഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ ഫോം ചെയ്യും, എന്നാൽ അത് പറയുന്ന രീതിക്ക് ഒരു ട്രേഡ് എടുത്തേക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ കരുതരുത്. അതായത് മാർക്കറ്റിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ചാർട്ട് പാറ്റേൺ ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇഗ്നോറിങ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓവറോൾ ട്രെൻഡ്. അതായത് ഒരു ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് അപ് ട്രെൻഡ് ആണ്, എന്നാൽ നിങ്ങൾ ഡൗൺ ട്രെൻഡിലേക്കുള്ള ട്രേഡ് പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡ് ആണ്, എന്നാൽ നിങ്ങൾക്ക് അപ് ട്രെൻഡിലേക്ക് ഒരു ചാർട്ട് പാറ്റേൺ കാണുന്നുണ്ടല്ലോ എന്ന് കരുതി മുകളിലേക്ക് എടുക്കുന്നത് ഒരു വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. നിങ്ങൾക്ക് ശക്തമായിട്ടുള്ളൊരു ക്യാപിറ്റൽ ലോസ് അവിടെ വരാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അടുത്ത എന്താണ്? ഓവർ റിലൈങ് ഓൺ പാറ്റേൺസ് വിത്തൗട്ട് അതർ ഇൻഡിക്കേറ്റേഴ്സ്. മാർക്കറ്റിൽ നല്ല രീതിക്ക് അനാലജി പറഞ്ഞു തരുന്ന പല ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ചാർട്ട് പാറ്റേണിൻ്റെ കൂടെ നിങ്ങൾ ആ ഇൻഡിക്കേറ്റർ കൂടി മനസ്സിലാക്കിയിട്ട് കമ്പൈൻഡ് ആയിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടും ബെറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. റെക്കമെൻഡഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്രേഡിംഗ് വ്യൂ തന്നെയാണ്. പാറ്റേണിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റിയൽ ലൈഫ് പല സ്റ്റോക്സും ഇൻഡെക്സും ഒക്കെ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് വായിക്കാം. ടെക്നിക്കൽ അനാലിസിസ് ഓഫ് ദ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുന്ന ബുക്ക്.
ജോൺ ജെ മർഫി എഴുതിയ ബുക്കാണ്. തീർച്ചയായിട്ടും പറ്റുമെങ്കിൽ നിങ്ങളത് വായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ 20 പാറ്റേൺ നിങ്ങൾ ശക്തമായിട്ട് മനസ്സിലാക്കുകയാണ് എങ്കിൽ നിങ്ങൾ ചാർട്ട് പാറ്റേണിനെ പറ്റിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട് ചെറിയ ക്യാപിറ്റൽ ഇട്ട് തുടങ്ങി നല്ല റിട്ടേൺ ഉണ്ടാക്കി പിന്നീട് ക്യാപിറ്റൽ കൂട്ടി നിങ്ങൾക്ക് നല്ല റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, പറ്റുമെങ്കിൽ നിങ്ങൾ RSIയും അതുപോലെ തന്നെ മൂവിങ് ആവറേജ്, കൺവേർജൻ, ഡൈവേർജൻ, MACD പോലെയുള്ള അതർ ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല ട്രേഡ് പ്ലാൻ ചെയ്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ഫ്രണ്ട് ഉണ്ട് എങ്കിൽ അവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എന്താ പറയുക, ഏറ്റവും ഇഷ്ടപ്പെട്ട ചാർട്ട് പാറ്റേൺ ഏതാ എന്നുള്ളത് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രത്തോളമേ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.